ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും പീലീസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വാക്സിൻ ക്രീമാണ്. ഒരു അടുക്കളയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്സിൻ ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നുമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ രോമങ്ങൾ വാക്സ് ചെയ്ത് കളയാറുണ്ട്. കൂടുതലായും സ്ത്രീകൾ, പെൺകുട്ടികളാണ് ഇത് ചെയ്യാറ്. കാരണം ആൺകുട്ടികൾക്ക് കയ്യിലും കാലിലൊക്കെ രോമം വരിക എന്ന് പറയുന്നത് ഒരു ഭംഗിയുള്ള കാര്യമാണ്. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അത് അങ്ങനെയല്ല. കയ്യിലും കാലിലൊക്കെ രോമം വരുന്നത് ഭയങ്കര വൃത്തികേടായിട്ട് കാണുന്നവരാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വാക്സിൻ ചെയ്യും. ചിലർ ഫേസിലുള്ള ഹെയർ കളയാൻ ത്രെഡ് ചെയ്യും. കയ്യിലും കാലൊക്കെ ഇങ്ങനെ വീറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. നമ്മളിങ്ങനത്തെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ സ്കിന്നിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാത്ത തരത്തിൽ അടുക്കളയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാക്സിൻ ക്രീം തയ്യാറാക്കാം. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കെന്നാൽ സമയം കളയണ്ട, അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നോക്കാം. എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ തേനാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. പിന്നെ നമുക്കൊരു നോർമൽ വാട്ടർ 1 സ്പൂണും. ഇത്രയാണ് നമ്മൾ ഈ വാക്സിൻ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ മെഷർ തെറ്റിപ്പോവാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വാക്സിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മെഷറിൽ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കൂടി ഒരു പാനിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചിട്ടെടുക്കണം. നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി റെഡിയായി മാത്രമേ നമുക്ക് വാക്സിൻ റെഡിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ച് ഇതിൻ്റെ കളറൊന്ന് മാറി വരും. നന്നായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് മാറി വരും. ആ ടൈമിൽ വേണം നമ്മളിതൊന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല പത പോലെ വന്നു കഴിയുമ്പം ചെറിയൊരു ഡ്രോപ്പ് എടുത്തൊന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ഉറ്റിച്ച് നോക്കാം. എന്നിട്ട് നമ്മൾ അതൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം. അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കളർ ശരിക്കും മാറിയിട്ടില്ല. ഇതിൻ്റെ കളർ മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് എടുത്ത് നോക്കാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് കുറച്ച് നേരം കൂടി തിളപ്പിക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് കളർ മാറി വരുന്നുള്ളൂ. അത് നന്നായിട്ട് പതയായി വന്നിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫേസിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ക്വാണ്ടിറ്റി മതി. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഫേസിലും കയ്യിലും കാലിലൊക്കെ കൂടി ഒരുമിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. അതിൻ്റെ റേഷ്യോ മാത്രം കറക്റ്റായാൽ മതി. അപ്പം ഞാൻ കുറച്ച് നോക്കിയതിൽ ഇത് നൂല് പോലെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിക്കണം. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് ഓവറായിട്ട് തിളച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കുന്നതിൽ ഇതുപോലെ നല്ല നൂല് പോലെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം. ഇങ്ങനെ നൂല് പോലെ വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നൂല് പോലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ലൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കണം. അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് മാറ്റി ഒഴിച്ചിട്ടുള്ളതാണിത്. ഇതിന് ഈ ചൂടൊന്ന് നന്നായിട്ടൊന്ന് ആറി വന്നതിന് ശേഷമാണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നത്. നല്ലോണം ചൂടാറണ്ട, ഒരു നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നൊരു ചൂടിൽ നമുക്കിത് ചെയ്യാം. ഓവറായിട്ട് തണുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ സ്റ്റിക്കി ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഇളം ചൂടിൽ നമുക്കിത് ചെയ്യാം. കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ തണുത്തോളും. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ തന്നെ പെട്ടെന്ന് ആറി വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് വാക്സിൻ ചെയ്യാൻ തുടങ്ങാം. അതിന് മുന്നേ വേറെ 2 കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വാക്സിൻ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാക്സിൻ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സ്പൂണിൻ്റെ ബേക്ക് വശം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി നമ്മൾ വാക്സിനോട്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടതൊരു ടാൽക്കം പൗഡറാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പൗഡർ. പിന്നെ ഇതുപോലെ കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് വെക്കുക. തുണികൾ ഏകദേശം കട്ടിയുള്ള കോട്ടൻ്റെ തുണി എന്തെങ്കിലും മതി. ഇപ്പോൾ ഞാൻ പാനിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വാക്സ് ചെയ്യുന്നിടത്ത് കുറച്ച് പൗഡർ ഇടുക. നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. പൗഡർ ഇട്ടിടുക. കാരണം എണ്ണമയം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പൗഡർ ഇട്ടതിന് ശേഷം നമുക്ക് ആ വാക്സിൻ ക്രീം പൗഡർ ഇട്ട ഭാഗത്തായിട്ട് ആക്കി കൊടുക്കാം. നമ്മൾ ഒറ്റയടിക്ക് ഒരുമിച്ച് എല്ലാ ഭാഗത്തും കൂടി ചെയ്യാൻ നോക്കരുത്. കുറേശ്ശായിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് നന്നായിട്ട് രോമം പോരുള്ളൂ. ചെറിയ പോർഷനായിട്ട് ആക്കി ചെയ്യാവുന്നതാണ്.
നന്നായിട്ട് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. നല്ല കട്ടിയിൽ പേസ്റ്റ് ഇടാണ്ട് ഒന്ന് നൈസായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോട്ടൺ പീസുകൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അതിലേക്ക് നന്നായിട്ടൊന്ന് ജോയിൻ്റ് ആവുള്ളൂ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം പറിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് രോമം കറക്റ്റ് പോരുക. ഇനിയിപ്പം ഫസ്റ്റ് ട്രിപ്പിൽ നിങ്ങൾ വലിച്ചപ്പോൾ രോമം പോന്നിട്ടില്ല എന്ന് വിചാരിച്ച് പിന്നെയും ജെല്ല് തേക്കേണ്ട കാര്യമില്ല. സെയിം കോട്ടൺ തന്നെ അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പം പോന്നോളും. നന്നായിട്ടൊന്ന് അമർത്തിയതിന് ശേഷം രോമത്തിൻ്റെ ഓപ്പോസിറ്റേക്ക് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് പോന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അധികം രോമങ്ങളില്ല, ഉള്ളത് പോന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാക്സിൻ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേനൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു മോയ്സ്ചറൈസ് കൂടി നമ്മുടെ സ്കിന്നിനാവും. നമ്മൾ രോമം എടുത്തിട്ടുള്ള ഭാഗത്ത് നന്നായിട്ട് സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ആ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ അധികം കട്ടിയില്ലാത്ത രോമങ്ങളായതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും കാണാത്തത്. എന്നാലും ഉള്ളത് നന്നായിട്ട് പോന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്സിൻ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.